ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് ഉത്തരേന്ത്യയുടെ മണ്ണല്ല. തമിഴ്നാട്ടിലും കേരളത്തിലും വന്ന് പച്ചവർഗീയം ചീന്തിക്കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ വിടാൻ ഇവിടെയുള്ള ജനം തയ്യാറാവുകയില്ല. കോയമ്പത്തൂരിലെ മേട്ടുപ്പാളയത്തിൽ കഴിഞ്ഞ ദിവസം ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ മുൻ ദേശീയ സെക്രട്ടറിയും BJPയുടെ തീപ്പൊരി നേതാവുമായിട്ടുള്ള കല്യാൺ രാമൻ ഒരു പച്ചവർഗീയ പ്രസംഗം നടത്തി. മേട്ടുപ്പാളയത്തെ സംഘപരിവാർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അയാൾ പ്രവാചകനെയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ കലാപാഹ്വാനത്തിന് ആഹ്വാനം നടത്തുകയും ചെയ്തു. അങ്ങനെ ഈ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയായി ആ വേദിയുടെ പരിസരത്ത്. ഒടുവിൽ പ്രസംഗം ജനക്കൂട്ടം തന്നെ തടഞ്ഞു. വേറെ വഴിയില്ലാതെ BJPയുടെ തീപ്പൊരി നേതാവിനും സംഘത്തിനും കണ്ട വഴി ഓടേണ്ടി വന്നു. പക്ഷേ ഇവിടെ നിന്നില്ല ഈ വിഷയം. ചർച്ചയാക്കപ്പെട്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരും SDPIക്കാരും തെരുവിലിറങ്ങിയിട്ട് കല്യാൺ രാമനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമരം നടത്തി. ശക്തമായ സമരം. ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയിട്ട് കല്യാൺ രാമനെ അറസ്റ്റ് ചെയ്യാൻ മഹാപ്രഖ്യാപനം തന്നെ നടത്തി. ഒടുവിൽ വേറെ വഴിയില്ലാതെ തമിഴ്നാട് പോലീസ് കലാപമുണ്ടാക്കാനുള്ള ശ്രമത്തിനും മതസ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമത്തിനും ആൾക്കൂട്ടത്തെ മുന്നിൽ നിർത്തിയിട്ട് ഒരു മതത്തിന്റെ വികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ പേരിലും കല്യാൺ രാമനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ട് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ വലിയ വിഷയം തന്നെയാണ് തമിഴ്നാട്ടിൽ നടന്നത്. ഉത്തരേന്ത്യയുടെ മണ്ണിൽ വർഗീയ വിഷം ചീന്തുന്ന പ്രസംഗങ്ങൾ നടത്തി കയ്യടി നേടുമ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും വന്ന് ഇത്തരത്തിലുള്ള പ്രസംഗം നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ കയ്യടിയല്ല, മുഖത്തേക്ക് നല്ലൊരു അടി കിട്ടുമെന്നുള്ള കാര്യം തന്നെയാണ് തമിഴ്നാടിന്റെ മക്കൾ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുള്ളത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വർഗീയ വിഷം ചീന്തുന്ന പ്രസംഗങ്ങൾ നടത്തിയിട്ട് മതങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആളുകളെ തമ്മിൽ തല്ലിപ്പിക്കാൻ BJPയുടെ നേതാക്കൾ തയ്യാറായി നിൽക്കുകയാണ്. ബംഗാളിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരം രീതി ഇവർ നിലവിൽ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ പോപ്പുലർ ഫ്രണ്ടുകാരും SDPIക്കാരും തെരുവിലിറങ്ങിയതോടുകൂടി അയാൾക്ക് വേറെ വഴിയില്ലാതെയായി. ഒടുവിൽ തടവറയിലേക്ക് പോകേണ്ട ഗതികേടാണ് BJPയുടെ തീപ്പൊരി നേതാവിന് തമിഴ്നാടിന്റെ മണ്ണിൽ നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.